നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഫോർമാറ്റ് ഒക്കെ കറക്റ്റാ. സ്റ്റേജിന്റെ ചെലവും ഹാളിന്റെ ചെലവും ഫുഡിന്റെ ചെലവും ഒക്കെ കൃത്യമായി ഓർഡർ തന്നെ എഴുതിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്താ പ്രസാദ ഇത്ര കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ഈ ഫിഗറുകൾ നോക്കിയേ. ഈ ഉമാദത്തൻ എന്ന് പറയുന്ന ആളുടെ മകളുടെ കല്യാണം നടത്തി വിടുന്നത് നമ്മുടെ പുണ്യത്തിനൊന്നും അല്ലല്ലോ, ആണോ? ഫുഡിനും സ്റ്റേജിനും അലങ്കാരങ്ങൾക്കും എല്ലാം നമ്മൾ സാധാരണ വാങ്ങുന്ന തുകയിൽ നിന്ന് വളരെ കുറച്ചാ കോട്ട് ചെയ്തിരിക്കുന്നേ. ഇങ്ങനൊരു 4 വർക്ക് ചെയ്താൽ മതി. കമ്പനി പൂട്ടി നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാം. പിടിക്കേ, ഇത് തൽക്കാലം തന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. രാവിലെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. ആ എമൗണ്ട് വെച്ച് റീവർക്ക് ചെയ്തിട്ട് കൊട്ടേഷൻ അയച്ചാൽ മതി. പ്രസാദേട്ടാ, ഒരു മിനിറ്റ്. നേരത്തെ പറഞ്ഞതിലെ പകുതി ശരിയാ. ഉമാദത്തൻ സാറിന്റെ മകളുടെ കല്യാണം നടത്തിയാൽ ലാഭം കിട്ടില്ല. പക്ഷേ വലിയ നഷ്ടം വരില്ല എന്ന് ഉറപ്പാ. ബ്രേക്ക് ഈവൻ ആയിരിക്കും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു കൊട്ടേഷൻ തയ്യാറാക്കിയത്. ലാഭം ഒഴിവാക്കിയ ഒരു കൊട്ടേഷനോ? അതിനെന്താ കാരണം? അതിനൊരു കാരണമുണ്ട്. ഈ കല്യാണം ഏറ്റെടുക്കാവുന്ന തീരുമാനിക്കും മുൻപ് ഞാൻ ഉമാദത്തൻ സാറിനോടും ഫാമിലിയോടും സംസാരിച്ചിരുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തുകയും ചെയ്തിരുന്നു. എന്തിനാ? നമ്മുടെ കോമ്പീറ്റന്റ് ആയ എല്ലാ കമ്പനികളും കല്യാണമാണെന്നറിഞ്ഞ് നേരത്തെ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നതാ. അതിന്റെ കാരണം സാറിന്റെ തറവാട് ഒരു ജോയിന്റ് ഫാമിലി ആണെന്നുള്ളതാ. അവിടെ ഇനിയും ഇതുപോലുള്ള ധാരാളം ചടങ്ങുകൾ വരാനുണ്ട്. സാറിന്റെ മകൻ സ്വന്തമായി ഒരു IT കമ്പനി പോലും നടത്തുന്നുണ്ട്. അവരെല്ലാം ആകാംക്ഷയോടെ നോക്കുന്ന ഒരു കല്യാണമാണിത്. ഇവിടെ കൊട്ടേഷൻ ബജറ്റ് നോക്കാതെ നൽകി നമ്മളാണ് ആ ചടങ്ങുകൾ ഏറ്റെടുക്കുന്നതെങ്കിൽ ആ പേരിൽ മാത്രം ചുരുങ്ങിയതൊരു 8-10 ഇവന്റ്സ് ഇതേ വർഷം തന്നെ വീണ്ടും നമുക്ക് കിട്ടും. അതുകൂടാതെ സാറിന്റെ സർക്കിളിലുള്ളവര്, ക്ലബിലുള്ളവര്, മകന്റെ കമ്പനിയുടെ പരിചയത്തിലുള്ളവര്, അങ്ങനെ എത്രയോ ഇവന്റ്സ് ഇനിയും കിട്ടുമെന്നറിയോ? അതിലേക്കുള്ള ചെറിയൊരു പാലമാണ് ഈ ഇവന്റ് എന്ന് കരുതിയാ മതി. ചെറിയൊരു ഇരയിട്ട് നാളത്തെ വലിയ മീനിനെ പിടിക്കുന്നത് പോലെ ഒരഭ്യാസം. ജസ്റ്റ് ഒരു മൈൻഡ് ഗെയിം, അത്ര തന്നെ. സമ്മതിച്ചു മോളെ, നിന്റെ ഈ ബുദ്ധി അപാരം. സോറി, ഇതൊരു വലിയ ബുദ്ധിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ചിന്തിച്ചത് ശരിയാണെന്ന് തോന്നിയാൽ മാത്രം പ്രസാദേട്ടൻ മുന്നോട്ട് പോവാൻ അനുവാദം തരണം. എന്താ പ്രസാദേട്ടാ? ഇത് ഞാൻ മെയിൽ ചെയ്തോട്ടെ? താങ്ക് യു പ്രസാദേട്ടാ, സമാധാനമായി. ഇനി ഞാൻ കിടന്നാ വേഗം ഉറക്കം കിട്ടും. താങ്ക് യു നീ തിരിച്ച് അഞ്ജലിയോടാ പറയേണ്ടത്. സത്യം പറഞ്ഞ ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് അവളുടെ പകുതി ബുദ്ധി പോലും നിനക്കില്ലെന്ന്. അയ്യോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.